ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ ബോസ് വിളിച്ച് കണ്ട് പറഞ്ഞ് നമ്മളെ ഡൈനോസറിൻ്റെ അടുത്ത് പോയാൽ ഡൈനോസറിൻ്റെ ഒരു മൂടല്ലേ അത് തിന്നാൽ നമ്മളെ പഴയ ലോകത്തേക്ക് പോകുന്ന പറഞ്ഞത്. നമുക്ക് ഒന്നും നോക്കിയില്ല, നമ്മളെ വണ്ടി കയറിയാൽ നമുക്ക് നേരെ ഡൈനോസറിൻ്റെ അടുത്ത് പോകാം. പക്ഷേ ഡൈനോസർ വരാതെ നോക്കണം. ആ മുടൻ്റെ അടുത്ത് പോകുമ്പോൾ ഡൈനോസർ വരും, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അല്ല ഗൈസ്, അങ്ങനെ ഡൈനോസറിൻ്റെ ഇവിടെ എത്തിക്കണേ. അപ്പോൾ ഗൈസ് നമുക്ക് ഡൈനോസറിൻ്റെ മൂട തപ്പി ഇവിടെ നടക്കേണ്ടി വരും. ഇടാനൊന്നും അറിയില്ല, നമുക്ക് നേരെ കിട്ടിയിട്ട് വരാം. ഗൈസ് അങ്ങനെ മൂടൊക്കെ കിട്ടിക്കണേ. ഇതാണ് മൂട, നമുക്ക് നേരെ എടുത്ത് തിന്ന. ഗൈസ് ഞാൻ കാണിച്ചു തരാം, കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തിന്നത്. ഗൈസ് അങ്ങനെ തിന്നത് നമുക്ക് എന്താ നടക്കണിലൊക്കെ ഒരു മാതിരി ഉണ്ട്, ഒരു നടത്തം ശരിയാവണില്ല. നമുക്ക് നേരെ വണ്ടി കയറിയാണ്ട് വീട്ടിൽ പോകാൻ, എന്നിട്ട് കിടന്ന് നീച്ചുമ്പോൾ നമ്മളെ വേറെ സ്ഥലത്തേക്കാരെന്നാ പറഞ്ഞത് നമ്മളെ ബോസ്. എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുക്കാം. വണ്ടി ഓട്ടൊന്നും ശരിയാവണില്ല. ഡോറൊന്നും മതിയായിരിക്കും അടിച്ചിട്ട് നമുക്ക് നേരെ റോട്ടുമ്മിലെത്തിക്കണം. പക്ഷേ നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് എത്താം. പക്ഷേ അങ്ങനെ വീട്ടിലൊക്കെ എത്തിക്കണം. വണ്ടി ഇവിടെ നിർത്തി നമുക്ക് നേരെ കിടക്കാം. കിടന്നാൽ നമ്മളെ പഴയ ലോകത്തേക്കാരെന്നാ പറഞ്ഞത്. പക്ഷേ അങ്ങനെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിരിക്കണേ. നമുക്ക് നേരെ വീട്ടിൻ്റെ ഉള്ളിൽ കയറാം. പക്ഷേ അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് നേരെ ഇനി ബെഡിൽ പോയി കിടക്കാം. പക്ഷേ അങ്ങനെ ബെഡിലൊക്കെ കിടന്നിക്കണേ. കിടന്ന് നീച്ചപ്പോൾ വേറെ ലോകത്ത് നമ്മളുടെ ഡ്രസ്സും ഒക്കെ പോയി. ഒരു ബനിയനും ഫാൻറ്റും ഒരു കണ്ണാടി മാത്രമേ ഉള്ളൂ. ഇത് ഏതാ വീട്? ഇത് പഴയ വീടാണല്ലോ. ഇവിടെ ടി വി, അൾമാറ, സ്വിച്ച് ബോർഡ്, മേശൻ്റെ മുകളിൽ ഇവിടെ എ സി, ബെഡ്റൂമും അൾമാറ, പിക്ചർ എല്ലാതും ഉണ്ട്. ഫാനൊക്കെ ഉണ്ട്. ഫാൻ തലമ തട്ടി കഴിച്ചണ്ട, തലമ തട്ടിയും കൊണ്ട് കറണ്ട് കുഴപ്പമൊന്നുമില്ല. കഴിച്ചണ്ട ഒരു കുഴപ്പമില്ല. നമുക്ക് ഇനി നേരെ അടിയിലേക്ക് ഇറങ്ങാം. പക്ഷെ അടിയിലേക്ക് ഇറങ്ങിയിട്ട് ഈ റൂമൊക്കെ ഒന്ന് നോക്കട്ടെ. പക്ഷെ ഇവിടെ എങ്ങനെയാണ്, ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ ഒരു കോണിയുണ്ട്. പക്ഷെ അതിൽ കൂടെ തോന്നുന്നു പുറത്തേക്ക് ഇറങ്ങില്ല. നമുക്ക് നേരെ കോണിയിൽ മുകൾക്ക് കയറാം. പക്ഷെ ഇത് കോണിയാണ്, അപ്പോൾ നമുക്ക് നേരെ മുകൾക്ക് കയറാം. പക്ഷെ അപ്പോൾ ബോസ് പറഞ്ഞത് ശരിയാട്ടാ. അപ്പോൾ ഇങ്ങനെ മുകൾക്ക് കയറിയിരിക്കണം. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒരാൾ മാതിരിയാണ്. ഇവിടെ ഒരു റൂമുണ്ട്, അവിടെ നിന്ന് ഒരു കോണിൻ്റെ അതിലുണ്ട്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടുള്ള തോന്നുന്നുണ്ട് കോണി. പക്ഷെ ഇവിടെ ഒരു ഫാനുണ്ട്. പിന്നെ ഇവിടുന്ന് അവിടെ ഒരു കോണിയുണ്ട്. പിന്നെ ഇവിടെ ടേബിള്, മേശ, ഒരു പിക്ചറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കാര്യമായിട്ടൊന്നും ഇല്ല തോന്നുന്നുണ്ട്. ഈ കോണിൻ്റെ മുകളിൽ കുറച്ച് ഇവിടെ ബാൽക്കണി ഇതാ. പക്ഷെ ഇത് അടിപൊളിയുണ്ട്. ബാൽക്കണിയൊക്കെ രസമുണ്ട് ഇവിടുന്ന് കാണാൻ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കുഴക്കത്തില്ല. ഇതിൻ്റെ ഉള്ളിൽ കുഴൽ എടുത്തില്ല, ഇവിടെ എത്തും. പക്ഷെ എന്താ ഇവിടെ ഞാൻ നിന്ന് നോക്കാം, നല്ല രസമൊക്കെ ഉണ്ട്. അപ്പം എന്താണ്, അപ്പം ഇനി ഇവിടുന്ന് ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങാം. പക്ഷെ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് ഉള്ളിൽ കയറി. പക്ഷെ ഇവിടെ ഒരു റൂമുണ്ട്, അതേപോലെ തന്നെ ഇടയാക്കാരം. പക്ഷെ നമുക്ക് കോണി കയറി മുകൾക്ക് കയറാം. പക്ഷെ നമുക്ക് കോണി കയറാം. പക്ഷെ കോണി കയറി നമുക്ക് ചാടി നോക്കാം. ചാടിയപ്പോൾ കയറുന്നുണ്ട്, നമുക്ക് ചാടി മുകൾക്ക് കയറാം. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഏറ്റവും മുകളിലത്തതാണ്. അപ്പോൾ ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ഇവിടെ നിൽക്കാം. ഇവിടെ ഒരു റൂമിൻ്റെ പാലുണ്ട്, പക്ഷെ ഹാഫുള്ളൂ, പകുതി ഉള്ളൂ. പക്ഷെ നമുക്ക് നേരെ അടിയിലേക്ക് പോവാം. ഈ കോണി ഇറങ്ങിയാണ്ട് നമുക്ക് കോണി ഇറങ്ങി അടിയിലേക്ക് എത്താം. ഇവിടെ നിന്നൊക്കെ നോക്കിയിട്ട് അത് നല്ല പേരുണ്ട്, അടിപൊളി പേരാണ്. നമുക്ക് ഈ കോണി തിരിച്ച് വളഞ്ഞ് വരുന്നത് കൂടെ നിലത്തേക്ക് പറ്റൂല. നമുക്ക് ഇവിടെ എന്തൊക്കെ വണ്ടിയൊക്കെ ഉണ്ടെന്ന് നോക്കാം. നമ്മളിപ്പോൾ റിച്ച്, നമുക്ക് ഇവിടെ എത്തിയപ്പോൾ എന്താണെന്ന് അവസ്ഥ എന്ന് അറിയില്ല. നമുക്ക് നേരെ ഇനി അടിയിലേക്ക് ഇറങ്ങാം. ബാൽക്കണി ഇവിടുന്ന് ഒരു സ്റ്റെപ്പും കൂടെ ഇറങ്ങാണ്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് നമ്മൾക്ക് വണ്ടി ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇനി സ്റ്റെപ്പും കൂടെ ഇറങ്ങിയാൽ നമ്മൾ അടിയിലെത്തും. ഈ സ്റ്റെപ്പ് അടിയിലേക്ക് ഇറങ്ങിയാൽ. അപ്പോൾ ബോസ് പറഞ്ഞത് ശരിയാവും. എനിക്കത് അത്ര ഉറപ്പൊന്നുമില്ല ഇനി ഇത്ര ശരിയാവുന്നൊന്നും. അപ്പോൾ ബോസ് പറഞ്ഞത് ശരിയാണ്. നമുക്ക് ഈ ബൈക്ക് മാത്രമേ ഉള്ളൂ, നമ്മൾ കാറൊക്കെ ഉണ്ട്, ഇതിനൊക്കെ പോയി നമ്മൾ ഈ ബൈക്കുള്ള പേരൊന്ന് ഞാൻ കാണിച്ചു തരാം. ഈ പേരൊക്കെ എല്ലാവരും കണ്ടതിന് എന്നാലും ഒന്ന് കാണിച്ചു തരാം. ഹലോ ഗൈസ്, ഇതാണ് പേര, എത്ര ഉള്ളൂ വലിപ്പം. കണ്ട ഈ പേര നമ്മളെത്ര പേരുണ്ടേന്. ഇതിൽ ഒറ്റ വണ്ടിയൊന്നും ഇല്ലാത്ത തോന്നുന്നു. റോഡുമ്പോൾ കൂടെ ഒരു വണ്ടി പോലും പോകണില്ല എത്ര നേരമായിട്ട്. ഇനി എന്തായാലും ഞാൻ ഇവിടുത്തതൊക്കെ കാണിച്ചു തരാം. ഗൈസ് നമ്മളിങ്ങനെ ബീച്ചിലേക്ക് വന്നിങ്ങനെ. പക്ഷേ ഈ ബീച്ച് അടിപൊളിയായിട്ട്, പക്ഷേ ഈ വെള്ളം അത്ര ബോറാണ്, ഒരു വെള്ള കളറാണ്. ഞാൻ വെള്ളം ഒന്നും കൂടി കാണിച്ചു തരാം. ഇവിടെ ഇറങ്ങിയിരിക്കണേ. അപ്പോൾ ഇനി എടുത്തു പോയി ഞാൻ കാണിച്ചു തരാം. പക്ഷെ വെള്ളത്തേക്ക് ചാടി നമ്മൾ ഡെഡാവും. പക്ഷെ ഇവിടെ ബീച്ചിൽ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടുത്തെ ബീച്ച് ഇങ്ങനെയൊന്നുമില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ അത്ര ഒന്നുമില്ല. ഞാൻ കാണിച്ചു തരാണ്ട, ഒരു അത്ര രസമല്ല. പക്ഷെ ഇതിലേക്ക് ഇറങ്ങിയാൽ നമ്മൾ ഡെഡാവും, മരിച്ചും. അപ്പോൾ അങ്ങനെ ഇതിലേക്ക് ഇറങ്ങണില്ല, നമുക്ക് നേരെ ബൈക്കുമ്പോൾ കയറിപ്പോവാം. അങ്ങനെ ബൈക്കിൻ്റെ അടുത്ത് പോയി കഴിയുമ്പോൾ നേരെ ബൈക്കുമ്മിൽ ഇനി കയറാം.
അത് പക്ഷേ ഇങ്ങനെ ബൈക്കുമ്മലൊക്കെ കറങ്ങി നമുക്ക് ഈ സിറ്റി കൂടെ കറങ്ങി നോക്കാം. ഞാൻ ഇതുവരെയും കറങ്ങിയിട്ട് ഒരു വണ്ടി പോലും ഇതിൽ കൂടെ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ നല്ല ഒരു ഹോട്ടലുണ്ട്. ഇങ്ങനത്തെയൊക്കെ വേണം നമ്മളെ സിറ്റിയിൽ. നമ്മളെ സിറ്റി നമ്മളെ സിറ്റിനെക്കാട്ടും അടിപൊളി സിറ്റി ഇതാണ്. പക്ഷേ വണ്ടികളൊന്നുമില്ല, ആ കുഴപ്പം മാത്രമേ ഉള്ളൂ. കുറേ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. സ്റ്റോറി വീടൊക്കെ ചെയ്യുമ്പോൾ അടിപൊളിയാക്കണം. നമ്മുടെ സിറ്റികളൊക്കെ ഉണ്ട്. ഇവിടെ നല്ലൊരു വീടുണ്ട് കേട്ടാ, അടിപൊളി ഫ്ലാറ്റിൻ്റെ പറയുന്നത് കേട്ടാ. ഇതൊക്കെ സ്റ്റോറി വീഡിയോ ചെയ്യുമ്പോൾ അടിപൊളിയാണ്. പക്ഷെ നമ്മളെ ഗെയിമിൽ ഇങ്ങനത്തെ സ്റ്റോറി വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയ ഇതില്ല. അടിപൊളി ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ റോഡ് ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടാ. ഇതൊക്കെ അടിപൊളിയാണ്. പക്ഷെ നമ്മളെ സിറ്റിയിൽ ഇങ്ങനെയൊന്നുമില്ല. പക്ഷെ നമുക്ക് നേരെ അടിയേക്ക് ഇറങ്ങിയാൽ നമുക്ക് ബൈക്കിൽ ഇറങ്ങി അടുത്തതിലേക്ക് പോവാം. അത് ഗൈസ് അങ്ങനെ ബൈക്കുമ്മലൊക്കെ കയറിക്കഴിഞ്ഞ് നമുക്ക് നേരെ അടുത്ത എന്തെങ്കിലും കുമ്പിടാം. അല്ല ഗൈസ്, അടുത്ത് നമ്മൾ ഒരു പാറ്റിൻ്റെ അടിയിലാണ്. ഇതിൽ കൂടെ പോയിട്ട് അത് വെള്ളമല്ല കാണുന്നത്. ഓ ഗൈസ്, ഇത് വെള്ളമല്ല, വെള്ളത്തിൽ കറക്കണ്ട. വെള്ളത്തിൽ കറച്ചാൽ മരിച്ചാലോ. അപ്പം നമുക്ക് വെള്ളത്തിൽ കറക്കാതെ ഇവിടെ നിർത്തിയിട്ടാണ് നോക്കുക ഗൈസ്. ഇറക്കണം നമുക്ക് വളച്ച് കാണ്ട് പോവാൻ വെറുതെ ഒരു ഇതുണ്ടാക്കണ്ട. നമ്മൾ കുറച്ച് നേരം നിർത്തിപ്പോയിട്ട് ഹെൽമെറ്റ് എടുത്ത്. ഇവിടുത്തെ ഹെൽമെറ്റൊന്നും രസമില്ല. എന്താ ഒരു വെണ്ണൂർ കളറാണ് ഫുള്ളും ഹെൽമെറ്റ്. നമുക്ക് വളച്ച് കണ്ട് വേറെ സ്ഥലത്തേക്ക് പോവാം. വള്ളത്ത് കറക്കാൻ വെറുതെ പുലിവാലുണ്ടാക്കണ്ട. അത് പക്ഷേ അടുത്ത സ്ഥലത്തേക്ക് എത്തിക്കണം നമ്മൾ. അടുത്ത സ്ഥലത്ത് നിന്ന് ഒരു വില്ലേജ് ഏരിയ ആണ്. കുറേ അടുത്തടുത്ത് വീട്, ഒരു വില്ലേജ് അടിപൊളിയാണ്. എന്താ നല്ല രസമൊക്കെ ഉണ്ട്. ഇതൊക്കെ സ്റ്റോറി വീഡിയോ ചെയ്യുന്നവർക്ക് എളുപ്പമാവും. എന്താ അടിപൊളി. നമുക്ക് നേരെ ബൈക്ക് എടുത്താൽ നമുക്ക് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാം. നമുക്ക് നേരെ ഇനി വീട്ടിൽ പോവാം. വളച്ച് നമുക്ക് നേരെ വീട്ടിൽ പോവാം. അല്ല കേസ് ഇങ്ങനെ വീട്ടിലൊക്കെ തന്നെ ഇവിടെ ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഒരു വണ്ടികളും ഇല്ലാന്നുള്ളൂ. ബസ് സ്റ്റോപ്പ് എല്ലതും ഉണ്ട്. നമ്മളങ്ങനെ വീട്ടിലെത്തിക്കണേ നമ്മൾ കുറച്ച് നേരം നിർത്തുമ്പോഴത്തേന് ഹെൽമെറ്റ് വരും. നമ്മളെ മറ്റേ വീട്ടിൽ കുറേ നേരം നിർത്തിയിട്ടാലേ ഹെൽമെറ്റൊക്കെ വരുള്ളൂ. ഏസ് നമുക്ക് നേരെ ഇനി വീട്ടിൽ പോകാം. പക്ഷേ ആ വീടിൻ്റെ മുന്നിൽ തന്നെയാണ് നമ്മൾ. ഏസ് അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വണ്ടി നിർത്തിടാം. നമുക്ക് കിട്ടിയ തന്നെ നിർത്തി. ആകെ ഈ ബൈക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ വണ്ടികളുടെ നമ്പറൊന്നും അറിയില്ല. ഏസ് അങ്ങനെ നമ്മൾ ബൈക്ക് മുന്നേ ഇറങ്ങി ചെറുതായിട്ടൊന്ന് വീണ് നിൽക്കണേ. നമ്മളെ അങ്ങനെ ഈ വീട്ടിലെത്തിക്കണേ. അത് ഈ കൊച്ചു വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ കാണുമായിരിക്കും. ബായ്.